എന്താടാ? ഞാനൊരു സുപ്രാണമായ കാര്യം പറയാനാ വന്നെ. എന്താടാ? നമ്മുടെ മത്തിക്കര ഭാഗത്തെ ഒരു 10 സെന്റ് സ്ഥലവും ഒരു 2 നില കെട്ടിടമുണ്ട്. ഓഹരി മക്കൾക്ക് വേണ്ടി ആവുമല്ലോ. മക്കൾക്ക് വേണ്ടി ഞാൻ ഇനി ഒന്നും ഉണ്ടാക്കുന്നില്ലടാ. ഹലോ, അതെ, മജിസ്ട്രേറ്റും മത്തായിയാ? മത്തായിന്റെ അപ്പനാണ്. എന്താടാ? അതേടാ, മത്തായി ഇപ്പൊ മജിസ്ട്രേറ്റും മത്തായി ആയത്. അതിന് നിനക്കെന്താടാ? വെച്ചും പോടാ. ഫോണിൽ കൂടെ കൊച്ചു വെളുപ്പാക്കാലത്തെ ഒരുത്തരം മത്തായി ആരാന്നറിയണം പോലും. അസൂയേ, അതൊക്കെ പോട്ടെ. നീ എന്താ ഇത്രയും താമസിച്ചേ? നേരം വെളുത്തതേ ഉള്ളൂ. തന്നെയുമല്ല, കടപ്പുറത്താകെ പ്രശ്നങ്ങളാ. നമ്മുടെ മൈക്കിളിനെ കണ്ടമാനം തല്ലി. അവൻ ചത്തുന്നാ പറയുന്നത്. എങ്ങനെ കടലമ്മ കരിയും? പണ്ടൊക്കെ അമ്പലത്തിലായാലും പള്ളിയിലായാലും കാഴ്ചയും നേർച്ചയും വെച്ചിട്ടാ കടലിലോട്ട് പോണത്. എന്നാ ഇപ്പോഴോ വടിവാളും കത്തിയും വെച്ചോണ്ടല്ലേ കടലിലോട്ട് ഇറങ്ങി ചെല്ലണത്. എന്റെ പേടി അതല്ല മത്തായിച്ച. മൈക്കിളിനെ കൊന്നവന്മാര് ചിലര് എന്റെ മകന്റെ കൂട്ടുകാരെന്നാ പറയുന്നത്. അതിനെന്താടാ, അവരിവിടെ ഇല്ലായിരുന്നല്ലോ. സത്യവതാ. പക്ഷേ ഇതൊരു വർഗീയതയാക്കുമോന്നാ എന്റെ പേടി. എല്ലാരും പറയും വർഗീയതയൊക്കെ പണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴാ അതൊരു തീപിശാചിനെ പോലെ ഭൂമിയെ വിഴുങ്ങണം. നീ പേടിക്കാതിരി. നിന്നെ ആരും ഈ തുറയിൽ ഒന്നും ചെയ്യാൻ. അതല്ല മത്തായിച്ച. എന്റെ മകനാണേ കള്ളും കുടിച്ച് പെണ്ണും പിള്ളയും തല്ലി കുടുംബവും നോക്കാതെ നടക്കുക. അവന്റെ സ്വഭാവം വെച്ച് അവനെ എങ്ങാണ് പോലീസ് പിടിച്ചോണ്ട് പോവോ മത്തായിച്ച? ഇതെന്താ വെള്ളരിക്കാപട്ടണമാണാടാ? കടലിൽ പോകുന്ന നമുക്കൊരു നേരുണ്ട്. ദൈവത്തിനറിയാം അതിൽ കളങ്കമില്ലെന്ന്. നീ പേടിക്കാതിരി. നീ ആ കടലാസങ്ങട്ട് വായിരി. അതൊക്കെ പോട്ടെ. തന്റെ കക്ഷത്തെന്താ ഒരു കിതാബ്? ഞാൻ കഥ എഴുതാൻ പോവുകയാണോ? ഇത് കിതാബൊന്നും അല്ലടാ. പിന്നെ ഇത് മക്ക അയച്ചു തരുന്ന കായിന്റെ കണക്കെഴുതി വെക്കുന്ന. നമ്മ കഷ്ടപ്പെട്ടതിന്റെ കണക്കൊന്നും നമ്മൾ കൂട്ടി വെച്ചിട്ടില്ല. എന്നാലും അന്യനാട്ടിൽ കിടന്ന് അവരയച്ചു തരുന്ന കായിന്റെ കണക്ക് ഒന്ന് എഴുതി വെക്കണത് നല്ലതാ. ചോദിക്കുമ്പോഴേ തല ചൊറിയണ്ടല്ല. നല്ല ചേരായി. മത്തായിച്ചന്റെ മക്കളും മത്തായിച്ചനോട് കണക്ക് ചോദിക്കുവോ? അതൊക്കെ മരണം വരെ ഉണ്ടാകത്തില്ല. ഞാൻ അങ്ങനല്ലയോ അവരെ വളർത്തിയത്. ഞാനവരെ വളർത്തി പഠിപ്പിച്ച്. മൂത്തവൻ അമേരിക്കയില് വലിയ ബിസിനസ്സുകാരൻ. അവന്റെ കെട്ടിയോള് നേഴ്സ്, അതും അമേരിക്കയില്. രണ്ടാമത്തവൻ സെക്രട്ടേറിയറ്റില് വലിയ ഉദ്യോഗമല്ലയോ. അവന്റെ ഭാഗ്യം. അവന്റെ കെട്ടിയോള് കോളേജില് ടീച്ചർ. പിന്നെ അവളെ ഞാൻ കുന്നംകുളത്ത് വലിയൊരു ബിസിനസ്സുകാരന്റെ കൂടെ അല്ലയോ കെട്ടിച്ചിരിക്കണേ. ഇതൊക്കെ കണ്ടപ്പോഴേ തുറയിലുള്ളവരെ മത്തായി എന്ന് വിളിച്ചവര് മജിസ്ട്രേറ്റും മത്തായി എന്ന് വിളിക്കാൻ തുടങ്ങിയ കാര്യം ഇരട്ടപ്പേരാണെങ്കിൽ കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ടടാ. ഇന്ന് വൈകുന്നേരം മുമ്പേ ഇവരൊക്കെ എത്തും. പറഞ്ഞതുപോലെ നാളെയാണല്ലോ നിങ്ങളെ വെൽഡിംഗ് ആനിവേഴ്സറി. വെൽഡിംഗ് അല്ലടാ, പിന്നെ വെയിഡിങ്. വെൽഡിംഗ് ആണെങ്കിലും വെയിഡിംഗ് ആണെങ്കിലും ഒന്ന് തന്നെ. 50ാമത്തേതാ വെൽഡിംഗ് അല്ലേ? അത് പോട്ടെ. നീ ആ കടലാസങ്ങട്ട് വായിച്ചേ. ഇന്നലെ കടാപ്പുറത്ത് ഏതോ കുഴപ്പങ്ങളൊക്കെ നടന്നത് കേൾക്കണം. ശരി, അതിന്റെ വല്ലതും ഉണ്ടോ നോക്കിയേ. നോക്കാം. നീ ആ കസേരലാട്ടിരിക്കുമാരാ? വേണ്ട മത്തായിച്ച. നിന്റെ കൂടെ ഞാനാ പറഞ്ഞ കസേരലാട്ടിരിക്ക. ശരി. ഇത് വായിരി. കണ്ണമാലി കടപ്പുറത്ത് 2 വിഭാഗം മത്സ്യത്തൊഴിലാളികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരാൾ മരിക്കുകയും നമ്മുടെ മൈക്കിളെ 20ഓളം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമെന്ന് പോലീസ്. ആരെയും ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. പ്രതികൾക്ക് വേണ്ടി വല വീശിയിട്ടുണ്ടെന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഏടാ, പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ വലവിരിപ്പാണോടാ പണി? അതിലല്ലപ്പ. മനസ്സിലായി. എന്നാ പിന്നെ മിണ്ടായിരുന്നു കേട്ടാ മതി. എഴുത്തും വായന അറിയാൻ വേണമെങ്കിലും വലിയ ആളാന്നാ വിചാരം. ആര് പറഞ്ഞടാ എനിക്ക് എഴുത്തും വായന അറിയില്ലെന്ന്? മക്കൾ അയച്ചു തരുന്ന കായിന്റെ കണക്കെഴുതി വെക്കണതാരാ? പിന്നെ എന്റെ കണ്ണിനൊരു മൂടല് കേട്ടാ. നീ വായിക്കുന്നത് കേൾക്കാനും ഒരു സുഖമൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട. നീ വായിരി. അട്ടപ്പാടി ആദിവാസി സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്ത പ്രതികളുടെ തുമ്പ കെട്ടിയിട്ടുണ്ടെന്നും പോലീസ്. ഏടാ, പല്ലി വാല് മുറിച്ച് കിടക്കണ പോലെ തുമ്പ അവർ ഉപേക്ഷിച്ചു പോയടാ. എന്തൊരു തല.
ആ തലയല്ല ഈ തല. എന്നാ പിന്നെ മിണ്ടായിരുന്നു കേട്ടാ മതി. ആ, ഈ ചൂടാവാതെ വായിക്കട, അല്ലെങ്കിൽ വേണ്ട വായിക്കണ്ട. ഓ അറിയാവുന്നല്ല. എടി, നീ എന്ത് പാവം ചെയ്തിട്ടാണ് ഈ കൊച്ചു വെളുപ്പാക്കാലത്തിന് എനിക്ക് പള്ളിയിലാട്ട് പോണത്? നിങ്ങൾക്ക് പിന്നെ പള്ളിയും പട്ടക്കാരും ഒന്നും വേണ്ടാലോ. മത്തായിക്ക് പള്ളിയിൽ പോകേണ്ട കാര്യമില്ലടി, ഇവിടെ ഇരുന്ന് വിളിച്ചാ മതി, കർത്താവ് കേൾക്കും. കുമാരൻ ഇതെന്ത് പറ്റി? മണ്ടാണ്ട മുട്ടി പോയോ? അവന് പിണക്കമാണടി, പരിഭവം. അത് ശരി, രണ്ടുപേരും തമ്മിൽ പിണങ്ങിയോ? തവിട് കൂടി ആക്കിയോ? ആ പിണങ്ങി തവിടുപൊടി ആക്കുന്നതിന് മതി കഴിഞ്ഞ് എത്തിയില്ലയോ? അച്ഛൻ ചോദിച്ചു മത്തായി ഇപ്പൊ വീട്ടിലിരുന്ന് കുടിയുണ്ടോന്ന്. അതിന് അച്ഛൻ എന്താണ് ഇതെണ്ണം? അച്ഛന്റെ കൂമ്പല്ലല്ലോ വാടിപ്പോണത്. എടീ, ഒരു കാലത്തൊരു